Hi friends, new vlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മഞ്ഞൾ പ്രോസസ്സിംഗ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ ബേഗൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി മഞ്ഞൾ പ്രോസസ്സിംഗ് ചെയ്യുന്ന രീതി നോക്കാം. ആദ്യത്തെ പ്രോസസ്സിങ്ങിൽ ശരിയായി മൂപ്പെത്തിയ മഞ്ഞൾ മാത്രമാണ് പറിച്ചെടുക്കുന്നത്. പിന്നീടുള്ള പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ മഞ്ഞൾ പുഴുങ്ങൽ, ഉണക്കൽ, പോളിഷിംഗ് എന്നീ 4 ഘട്ടങ്ങളാണുള്ളത്. ഇനി മഞ്ഞൾ പുഴുങ്ങുന്ന രീതി നോക്കാം. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രത്തിൽ 1/4 ഭാഗം മഞ്ഞൾ നിറച്ച് അത് മുങ്ങുന്ന വിധത്തിൽ വെള്ളം നിറക്കുന്നു. എന്നിട്ട് അതിന് മുകളിലായി നനഞ്ഞ ചാക്ക് കൊണ്ട് മൂടി തിളപ്പിക്കുന്നു. ഇത് തിളച്ച് പാകമാകാൻ ഏകദേശം 1/2-3 മണിക്കൂർ എടുക്കണം. ആദ്യകാലത്ത് തിളപ്പിക്കുമ്പോൾ കുറച്ച് ചാണകം ചേർക്കാറുണ്ടായിരുന്നു. ഇത് ഹെൽത്തി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിനാൽ ഇപ്പോൾ ആരും ചേർക്കാറില്ല. ഇനിയുള്ള സ്റ്റെപ്പ്, മഞ്ഞൾ പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം മുഴുവൻ വാർത്ത് കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കണം. ഇത് ശരിയായി ഉണങ്ങാൻ ഏകദേശം 10-15 ദിവസം എടുക്കും. നന്നായി ഉണങ്ങിയ മഞ്ഞൾ കഷ്ണം പൊട്ടിച്ചാൽ ലോഹത്തകിൽ തട്ടുന്ന ശബ്ദമാണ് ഉണ്ടാവുക. ഇനി ലാസ്റ്റ് പ്രോസസ്സിങ് ഈ ഉണക്കിയെടുത്ത മഞ്ഞളിൻ്റെ പോളിഷിംഗ് ആണ്. ഉണങ്ങിയ മഞ്ഞൾ ചാക്കിൽ കെട്ടി കാലുകൾ കൊണ്ട് ചവിട്ടി ഉരസിയോ കടുപ്പമുള്ള വസ്തുക്കളുമായി ഉരസിയോ കൈകൾ കൊണ്ട് കൂട്ടി ഉരസിയോ മിനുസപ്പെടുത്തുന്നു. അങ്ങനെ നല്ല ഫ്രഷ് മഞ്ഞൾ നമ്മളെ വിപണിയിലെത്തുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക്സ്.